ഹായ് എവരി വൺ. ഏപ്രിൽ 1 മുതൽ നമ്മളൊരു പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ന്യൂ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയ ഹൈപ്പർബിസ്, അക്രോടെക്സ്, അക്രോബിസ് തുടങ്ങിയ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. 3 സോഫ്റ്റ്വെയറിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. സോ ഈ ഒരൊറ്റ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടാൽ മതിയാവും. സോഫ്റ്റ്വെയറിൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് അക്കൗണ്ട്സ് പരമായും ടെക്നിക്കൽ പരമായും നോക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തേത് കംപ്ലീറ്റ് ഓൾ വൗച്ചർ എൻട്രീസ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട റെസിപ്റ്റ്, പേയ്മെൻറ്റ്, ജേണൽ എൻട്രീസ് തുടങ്ങിയ വൗച്ചേഴ്സ് കംപ്ലീറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് അപ്ഡേറ്റ് ഓൾ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ഈ ഫിനാൻഷ്യൽ ഇയറിലെ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ എൻട്രീസും, പ്രത്യേകിച്ച് ഏതെങ്കിലും ചെക്കിൻ്റെ സ്റ്റാറ്റസ് മാറ്റാനുണ്ടെങ്കിൽ അതുവരെ മാറ്റി അപ്ഡേറ്റ് ചെയ്യുക. ക്ലിയർഡ് ആണെങ്കിൽ ക്ലിയർഡ് സ്റ്റാറ്റസിലോട്ട് മാറ്റുക. ബൗൺസ് അല്ലെങ്കിൽ ക്യാൻസൽ ആണെങ്കിൽ അത് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഈ ഫിനാൻഷ്യൽ ഇയറിലെ മാർച്ച് 31 വരെയുള്ള എല്ലാ പർച്ചേസ് ആൻഡ് സെയിൽസ് എൻട്രീസും സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്തിട്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അത് പാർട്ടി ബാലൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയ റിപ്പോർട്ടിൽ ഡിഫറൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഈ ഇയറിൽ ബാലൻസ് ഷീറ്റിൽ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്യുന്ന ജേണൽ പാസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ള ജേണൽ എൻട്രീസ് ഏതാണോ അത് പാസ് ചെയ്യാം. ഇത് ചെയ്യാതെ ക്ലോസ് ചെയ്താൽ പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പണിംഗ് ഡിഫറൻസ് കാണിക്കും. സോ ഇത് മറക്കാതെ തന്നെ ചെയ്യുക. ഇനി ടെക്നിക്കൽ സൈഡിൽ നോക്കേണ്ടത്, മസ്റ്റായിട്ടും ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബാക്കപ്പ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഒന്നിലധികം കമ്പനീസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബാക്കപ്പ് എടുക്കുക. കാരണം ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കമ്പനീസും ഓരോ അക്കൗണ്ട്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ സേഫ്റ്റി പ്രാധാന്യമാണ്. ബാക്കപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലും അതുപോലെ കുറച്ചുകൂടി സേഫ്റ്റിക്ക് പെൻഡ്രൈവിലോ അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ ആക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ ഇയർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് സെർവർ ഒഴികെ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സിസ്റ്റവും ഷട്ട് ഡൗൺ ചെയ്യുകയോ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇയർ ക്ലോസ് ചെയ്യാം. അതിനായി സെർവർ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ അഡ്മിൻ പവറുള്ള യൂസറിൽ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ബാക്കപ്പ് സെക്യൂർ ഫോൾഡറിലോട്ട് എടുത്തു വെക്കുക. അതിനായി ഫയൽ മെനുവിൽ ബാക്കപ്പ് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ബാക്കപ്പ് കൊടുത്താൽ മുകളിലുള്ള ഈ പാത്തിലോട്ടായിരിക്കും ബാക്കപ്പ് ആവുക. ഇനി നിങ്ങൾക്ക് വേറെ പാത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രൗസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പാത്ത് കൊടുത്ത് ബാക്കപ്പ് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഇയർ ക്ലോസിംഗ് ആണ്. അതിനായി ആദ്യം ഫയൽ മെനുവിൽ നിന്നും സെറ്റപ്പ് ന്യൂ ഫിനാൻഷ്യൽ ഇയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്നത് കാണാം. അത് ഇയർ ക്ലോസുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ആണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത് നിങ്ങൾക്ക് ലഭ്യമാണ്. അത് വായിച്ചു നോക്കുക. വായിച്ച ശേഷം അതിൻ്റെ മുകളിലെ ക്ലോസിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വന്നിട്ടുള്ള വിൻഡോയിലാണ് നമ്മൾ ഇയർ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കറൻറ്റ് ഫിനാൻഷ്യൽ പീരിയഡ് കാണാം, അതുപോലെ ന്യൂ ഫിനാൻഷ്യൽ പീരിയഡും. ഇതിൽ കറൻറ്റ് ഫിനാൻഷ്യൽ പീരിയഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ മെനുവിൽ കമ്പനി ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കറൻറ്റ് ഫിനാൻഷ്യൽ പീരിയഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആവശ്യമുള്ളവർ മാറ്റി സേവ് ചെയ്യുക. വീണ്ടും ഫിനാൻഷ്യൽ ഇയർ കോൺഫിഗറേഷൻ ഫോമിലോട്ട് വരിക. നിങ്ങൾ മാറ്റം വരുത്തിയ പീരിയഡ് അവിടെ കാണാം. അതുപോലെ ന്യൂ ഫിനാൻഷ്യൽ പീരിയഡും കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. ഇത്രയും ഓക്കെ ആണെങ്കിൽ വെരിഫൈ എക്സിസ്റ്റ് മാത്രം ടിക്കിട്ട് വേറെ ഒരു ഓപ്ഷനും ടിക്ക് കൊടുക്കാതെ ഓക്കെ കൊടുക്കുക. കൺഫർമേഷൻ വിൻഡോയിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇയർ ക്ലോസ് ആവുന്നതിൻ്റെ ഇവൻ്റ് താഴെ കാണാം. ഡാറ്റയ്ക്ക് അനുസരിച്ച് സമയമെടുത്തേക്കാം. ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്ന മെസ്സേജ് ബോക്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് വന്നതും ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതും സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. വീണ്ടും സോഫ്റ്റ്വെയർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുള്ളത് പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ്. അത് വെരിഫൈ ചെയ്യാൻ താഴെ നമ്മുടെ കമ്പനിയുടെ പേരിൻ്റെ കൂടെ പുതിയ ഫിനാൻഷ്യൽ പീരിയഡ് കൂടി നിങ്ങൾക്ക് കാണാനാവും. ഒന്നുകൂടി കൺഫേം ആക്കാൻ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഒന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ഇൻവോയ്സും അതുപോലെ വൗച്ചർ നമ്പറും കാണാം. ഇനി നിങ്ങൾക്ക് പഴയ ഫിനാൻഷ്യൽ ഇയർ കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഫിനാൻഷ്യൽ പീരിയഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പോപ്പപ്പ് ലിസ്റ്റിൽ പഴയ ഇയറും പുതിയ ഇയറും കാണാം. പഴയ ഇയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പഴയ ഇയറിൽ എൻ്റർ ആവും. താഴെ കമ്പനി നെയിമിൻ്റെ കൂടെ പഴയ ഫിനാൻഷ്യൽ പീരിയഡ് വരുന്നത് അവിടെ കാണാം. ഇനി പുതിയ ഫിനാൻഷ്യൽ ഇയറിലോട്ട് വരാൻ സെയിം മെത്തേഡ് തന്നെ ചെയ്യുകയോ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയോ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് കസ്റ്റമറുടെയും വെൻഡറുടെയും ബാലൻസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിന്നും ന്യൂ ഇയറിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ വന്നിട്ടുള്ളത് എന്ന് വെരിഫൈ ചെയ്യാം. അതിനായി നമുക്ക് 2 ഇയറും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ന്യൂ ഇയറിൽ കസ്റ്റമർ ബാലൻസ് ചെക്ക് ചെയ്യാനായി നമ്മൾ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ മെനുവിൽ നിന്നും അക്കൗണ്ട് റിസീവ്ഡ് റിപ്പോർട്ട് എടുക്കാം. അവിടെ ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓൾഡ് ഇയറിൽ നോക്കുമ്പോൾ ഡേറ്റിൽ 31/3/2026 എന്ന് കൊടുക്കണം. എല്ലാ കസ്റ്റമറുടെയും ബാലൻസ് കാണാനായി അക്കൗണ്ട്സിൽ ബാലൻസ് എന്ന് കൊടുക്കുക. ടൈപ്പിൽ കസ്റ്റമേഴ്സ് എന്നും നേരെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കസ്റ്റമറുടെയും ഓപ്പണിംഗ് ബാലൻസ് കാണാം. ഇതുതന്നെയല്ലേ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ക്ലോസിംഗ് എന്ന് നമുക്ക് ഇവിടെ ഇതുപോലെ എടുത്ത് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ കാണാൻ രണ്ടും സെയിം ആണ്.
ഇതുപോലെ തന്നെ അക്കൗണ്ട് പേയബിൾ റിപ്പോർട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് വൗച്ചർ സീരീസ് സെറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ബില്ലുകളിൽ വൗച്ചർ സീരീസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോൺഫിഗറേഷൻ നോക്കിയാൽ മതിയാവും. നിലവിൽ ടാസ്കിൽ സെയിൽസ് എടുത്ത് നോക്കിയാൽ വൗച്ചർ നമ്പർ എന്ന കോളത്തിൽ ഇൻവോയ്സ് നമ്പർ തന്നെ ആവും വന്നിട്ടുണ്ടാവുക. അത് മാറ്റി നിങ്ങൾക്ക് വൗച്ചർ സീരീസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ ഗ്ലോബൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ സെയിൽസ് ടാബ് ഹെഡറിൽ ലെഡ്ജർ വൗച്ചർ നമ്പർ മാറ്റി വൗച്ചർ നമ്പർ സെലക്ട് ചെയ്യുക. ശേഷം വൗച്ചർ സീരീസിൽ ആരോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള വിൻഡോയിലാണ് നമ്മൾ വൗച്ചർ സീരീസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഓരോ വൗച്ചർ നെയിമിന് നേരെയും ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രിഫിക്സ് കാണാം. അവിടെ നിങ്ങൾക്ക് വൗച്ചർ നമ്പറിൽ വരേണ്ട പ്രിഫിക്സ് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ ന്യൂ ഇയർ 26-27 എന്ന് പ്രിഫിക്സിൽ ആഡ് ചെയ്യാം. മാറ്റം വരുത്തിയാൽ അപ്പോൾ തന്നെ എൻ്റർ കീ പ്രസ് ചെയ്ത് നെക്സ്റ്റ് ലൈനിൽ വരണം. അപ്പോൾ മാത്രമേ അത് സേവ് ആവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത B2Bൻ്റെ ഔട്ട് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക. 1ൻ്റെ മുൻപിൽ 4 0 വന്നത് കാണാം. നിങ്ങൾക്ക് അത്രയും 0 വേണ്ട എന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഫോർമാറ്റിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ INV ഫോർമാറ്റ് എന്ന് കാണാം. ഇവിടെ നമ്മൾ 0 എന്ന് മാത്രം കൊടുത്ത് സേവ് ചെയ്താൽ 1 എന്ന് മാത്രമാണ് വൗച്ചർ നമ്പറിൽ വരിക. 00 എന്ന് കൊടുത്താൽ 01 വരും. 000 എന്ന് കൊടുത്താൽ 001 എന്നാണ് വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് കൊടുത്ത് സേവ് ചെയ്യുക. നോർമലി ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗിൽ നോക്കേണ്ടത്. ഒന്നിലധികം കമ്പനീസും അക്കൗണ്ട്സും ഉണ്ടെങ്കിൽ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ടതാണ്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെപ്റ്റോൺ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്